വിളിക്കാറുണ്ട്, ഇപ്പോഴും വിളിക്കാറുണ്ട്. എന്നാൽ 1500 രൂപയ്ക്ക് എത്ര പേര് വിളിക്കും? അതുപോലെ ഒരു ദിവസം അങ്ങനെ പോലെ ഒരു 10-15 പേരെങ്കിലും വിളിക്കാറുണ്ട്. 15 കസ്റ്റമർ 10 വർഷം യൂസ് ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ മോഡലൊക്കെ. അങ്ങനത്തെ പീസുകൾ എടുക്കാറുള്ളൂ. കുറഞ്ഞത് 10 വർഷം. അതിലെന്തെങ്കിലും ഡിഫക്റ്റോ അല്ലെങ്കിൽ ഡിസ്പ്ലേ അങ്ങനെ ഒന്നുമില്ല. ഡിസ്പ്ലേ മാറ്റിയ സെറ്റ് ഞങ്ങൾ ഒരിക്കലും ഇവിടെ സെയിൽ ചെയ്യാറില്ല. എല്ലാം ജെന്യൂൻ ഫോണാണ്. ബോക്സ് ഫീസ് നമുക്ക് വന്നിട്ട് 4500 മുതൽ ബോക്സ് ഫീസ് ഉണ്ട്. 4GB RAM 64GB 4500 മുതൽ നമുക്ക് വലുതായിട്ടൊന്നല്ല, ഒരടിയില്ല. ക്ലീൻ പീസ്, ബോഡി എല്ലാം നല്ല വൃത്തിയുള്ള. എന്തായാലും എല്ലാത്തിനും വില കുറവുണ്ടെന്ന കാര്യം ഉറപ്പല്ലേ? ഇൻഡെക്സ്, ഇൻഫിനിക്സ് ഒക്കെ ചോദിച്ച് തന്നെ വിളിക്കുന്നവരുണ്ട്. ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. ഇപ്പം നിലവിലവർക്കെല്ലാം കഴിഞ്ഞ പ്രാവശ്യം എടുത്തവർക്കെല്ലാം അറിയാം. ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വീണ്ടും കസ്റ്റമറിന് അങ്ങനെ ആയിരിക്കും. എല്ലാവരും ഗിഫ്റ്റ് വെറുതെ പോകില്ല. 5G അല്ല 4G ആണ് എടുത്തിട്ട് മാറ്റി കൊടുക്കാൻ. ഇപ്പൊ ഞങ്ങളത് സങ്കടപ്പെട്ട് മാറ്റി തരുമില്ല എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഓ അങ്ങനെ ടെൻഷൻ എടുത്തോണ്ട് പോയി. പിന്നെ അവർക്ക് പെട്ടെന്ന് അങ്ങനെ 4G അതുപോലെ നിങ്ങളുടെ വീട്ടിലും 4G ഫോൺ ഉണ്ടെങ്കിൽ കൊണ്ടുവന്നാൽ മതി. ഞങ്ങൾ 5G ആക്കിയിട്ട് അത് തിരിച്ചു തരും. അപ്പൊ കണ്ടില്ലേ, ഇവിടെ ഒരു ഫോൺ എടുത്തോണ്ട് സെക്കൻഡ് സെറ്റ് നമുക്ക് EMI കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ സെക്കൻഡ് സെറ്റ് എല്ലാവരും ചോദിക്കാറുള്ള സംഭവമാണ് കേട്ടോ. സെക്കൻഡ് സെറ്റ് EMI ഉണ്ടാവും. ഞാൻ ഇതുവരെയും ഒരു ഷോപ്പിലും കേട്ടിട്ടില്ല. ഉണ്ടല്ലേ, അങ്ങനെ ഉണ്ടല്ലേ ഗൈസ്. ഇന്ന് ഞാൻ നിൽക്കുന്നത് അൽ ബർക്കത്ത് പാപ്പനങ്ങോട് മൊബൈൽ ഷോപ്പിലാണ്. ഇന്നിവിടെ ഒരുപാട് വാറന്റി യൂസ്ഡ് ബോക്സ് പീസ് സ്മാർട്ട് ഫോണിൽ ഒരുപാട് ഇരിപ്പുണ്ട്. കുറച്ച് ഇരിപ്പുണ്ട്. നല്ല പുതിയ സീൽഡ് പീസ് ഉണ്ടല്ലേ. പിന്നെ ഇപ്പോൾ 1500 രൂപ മുതൽ സ്മാർട്ട് ഫോൺ 4G സ്മാർട്ട് ഫോൺ ആണ്. കൂടിയൊന്നും ആവശ്യപ്പെട്ടുണ്ടെങ്കിൽ അതും വളരെ കുറച്ച് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ്. 1500 രൂപ എന്ന് പറയുന്നത്. പിന്നെ 5G, OnePlus, അത് ഇത് സാംസങ് ഒരുപാട് ചോദിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് സാംസങ്ങിന്റെ 5G എല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. നമുക്ക് ഏതാണ് മോഡലൊക്കെ നോക്കാം. അതിന് മുമ്പ് വിലയും കാര്യങ്ങളൊക്കെ അറിയാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളിപ്പോ തിരുവനന്തപുരത്ത് നിന്നും ഒരു 4-5 കിലോമീറ്റർ യാത്ര ചെയ്ത് പാപ്പനങ്ങോട് ജംഗ്ഷനിലാണ് നിൽക്കുന്നത്. പാപ്പനങ്ങോട് ജംഗ്ഷനിൽ തന്നെ അൽ ബർക്കത്തിന്റെ മൊബൈൽ ഷോപ്പ് ഉണ്ട്. ഹോൾസെയിൽ ഷോപ്പാണ്. ഷോപ്പുകാർക്കും അല്ല റീറ്റെയിലായിട്ട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ ജംഗ്ഷനിൽ വന്ന് ഇറങ്ങിയിട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലൊക്കേഷൻ സഹിതമുണ്ട്. നിങ്ങൾക്ക് അതുവഴി കോൺടാക്ട് നമ്പർ ഉണ്ട്. കോൺടാക്ട് ചെയ്ത് ഇങ്ങോട്ട് വരാം. നമ്മുടെ ചാനൽ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഇവിടെ ഒരുപാട് 4G 5G സ്മാർട്ട് ഫോൺ ഉണ്ട്. യൂസ്ഡ് ബോക്സ് പീസ് ഉൾപ്പെടെ ഇതവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സഹീർ, നമ്മൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്കാണ് സഹീർ നമുക്ക് ഫോണുകളൊക്കെ ഇങ്ങനെ ബോക്സ് പീസുകളൊക്കെ സെയിൽ ചെയ്യുന്നത്. സഹീറെ, അസ്സലാമു അലൈക്കും. എങ്ങനെയുണ്ട് ബിസിനസ് ആയില്ല? റാഹത്തല്ലേ? അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റോക്കിന്റെ വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പഴയ വീഡിയോയിൽ ഇപ്പൊ കുറെ കസ്റ്റമർ ഇപ്പൊ ബോക്സ് പീസ് 5Gയുടെ കാണാമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ എല്ലാം 5G തന്നെ ഇപ്പൊ ഒരുപാട് പീസ് നമുക്ക് വന്നിട്ടുണ്ട്. ഇത് ഇവിടെ കേരളത്തിൽ ചുരുക്കമാണ് ഈ പീസ്. 70 Pro കേരളത്തിൽ ചുരുക്കമാണ് പീസ്. വില കുറച്ച് കസ്റ്റമർ കൊടുക്കാൻ 8GB RAM 128GB സ്റ്റോറേജ്. കുറഞ്ഞത് കസ്റ്റമർ 10 വർഷം യൂസ് ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ മോഡലൊക്കെ. അങ്ങനത്തെ പീസുകൾ എടുക്കാറുള്ളൂ. Realme X2 എല്ലാവരും ഗെയിമിങ്ങിന് പിന്നെ വീഡിയോ റെക്കോർഡിങ്ങിനായിട്ടൊക്കെ Realme X2 നമുക്ക് ഇതാക്കാൻ പറ്റുന്നുണ്ട്. വീഡിയോ ഇങ്ങനെ ഗെയിമിങ്ങിനൊക്കെ ആയിട്ട് 8GB RAM 256GB വരുന്നതാണ്. അല്ല ക്ലീൻ പീസ് ആണ്. ഒരു സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും വരാത്ത പീസ്. അപ്പൊ എങ്ങനെയാണ് സാംസങ്ങിന്റെ ഒരുപാട് ചോദിക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ട് സാംസങ് 5G ഫോണിലൊക്കെ എങ്ങനെയാണ് വിലകളൊക്കെ? എങ്ങനെയാണ് വില? പ്രൈസ് എങ്ങനെയാണ്? കൂടിയ പ്രൈസ് എങ്ങനെയാണ്? സ്റ്റാർട്ടിങ് നമുക്ക് 4G വന്നിട്ട് 1500 രൂപ മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. 1500 സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. ബോക്സ് ഇല്ലാതെ വിത്തൗട്ട്. ഇത് ബോക്സിന്റെ ഒക്കെ വരുമ്പോ നമുക്ക് 6 അല്ലേ? ഇതിന്റെയൊക്കെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ഏറ്റവും കൂടിയ പ്രൈസ് എങ്ങനെയാണ്? ബോക്സ് പീസ് നമുക്ക് വന്നിട്ട് 4500 മുതൽ ബോക്സ് പീസ് ഉണ്ട്. 4GB RAM 64GB 4500 മുതൽ നമുക്ക് ബോക്സ് പീസ് കൊടുക്കാൻ പറ്റുന്നുണ്ട് കസ്റ്റമറിന്. അത് നമ്മൾ പറഞ്ഞ പോലെ 7 വർഷം 8 വർഷം കസ്റ്റമർ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫോണുകളായിരിക്കും. സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ഇല്ല. ഡിസ്പ്ലേ ഒന്നും മാറ്റിയതല്ല. ജെന്യൂൻ ഫോണാണ്. ഈ വില കുറഞ്ഞു വരുമ്പോഴേ നമുക്ക് ഈ 5G ആയാലും 4G സ്മാർട്ട് ഫോണുകൾ നമ്മൾ എടുക്കുകയാണ്. അപ്പൊ വില കുറഞ്ഞിരിക്കുമ്പോഴത്തേക്കും അതിലെന്തെങ്കിലും ഡിഫക്റ്റോ അല്ലെങ്കിൽ ഡിസ്പ്ലേ അങ്ങനെ ഒന്നും ഇല്ല. ഡിസ്പ്ലേ മാറ്റിയ സെറ്റ് ഞങ്ങൾ ഒരിക്കലും ഇവിടെ സെയിൽ ചെയ്യാറില്ല. എല്ലാം ജെന്യൂൻ ഫോണാണ്. എല്ലാം ജെന്യൂൻ ഫോണാണ്. നിങ്ങൾ വന്ന് ഫൈസലായി ചെക്ക് ചെയ്ത് നോക്കാം. ഏത് ഫോണായാലും ഡിസ്പ്ലേ ഒന്നും മാറ്റിയിട്ടില്ല. ഏത് ഫോണാണ് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ നോക്കുമ്പോ തന്നെ എല്ലാം വൃത്തിയുള്ള പീസാണ് ഇരിക്കുന്നതല്ല. വലുതായിട്ടൊന്നല്ല, ഒരടിയില്ല. ക്ലീൻ പീസുകൾ, ബോഡി എല്ലാം നല്ല വൃത്തിയുള്ള ക്ലീൻ പീസുകളാണ് ഇരിക്കുന്നതെല്ലാം. ഇതേതാ മോഡല്? എഡ്ജ് ഡിസ്പ്ലേ റിയൽമിയുടെ അല്ലേ?
റിയൽമിയുടെ ഇത് ഇവിടെ ഇത് സ്ക്രീൻ ഗാർഡിന്റെ ആ ഒരു വെട്ടാണ് ഇതിൽ കാണിക്കുന്നത്. വേറെ ഡിഫക്റ്റ് ആയിട്ടൊന്നുമില്ല. എന്തായാലും എല്ലാത്തിനും വില കുറവുണ്ടെന്ന കാര്യം ഉറപ്പല്ലേ? ഇൻഡെക്സ് ഇൻഫിനിക്സ് ഒക്കെ ചോദിച്ച് എന്നെ വിളിക്കുന്നവരുണ്ട്. ഇവിടെ സ്റ്റോക്ക് ഉണ്ട്, ഇപ്പം നിലവില് സ്റ്റോക്ക് ഉണ്ട് അല്ലെ? ഇതിനിപ്പോ ഒരാഴ്ച കാണും ഇത്രയും സ്റ്റോക്ക്? കഷ്ടിച്ച് കാണും, എന്നാലും സ്റ്റോക്ക് ഇറക്കുമല്ലോ, ഒരുപാട് ഇറക്കുമല്ലോ അല്ലേ? അപ്പൊ ഇനിയും സ്റ്റോക്കുകൾ ഒരുപാട് വരും ഞാൻ പ്രതീക്ഷിച്ചിരിക്കും. പറഞ്ഞ പോലെ തന്നെ ഇപ്രാവശ്യം കസ്റ്റമറിന് ഗിഫ്റ്റ് ഒരുപാട് കൊടുക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചവർക്കെല്ലാം, കഴിഞ്ഞ പ്രാവശ്യം എടുത്തവർക്കെല്ലാം അറിയാം, ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വീണ്ടും നല്ല കസ്റ്റമറിന് അങ്ങനെ ആയിരിക്കും. എല്ലാവരും ഗിഫ്റ്റ് കൊടുത്തേ വിടുള്ളൂ, വെറുതെ പോവൂല. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ സൈർ ആരും വെറുതെ വിടൂല അല്ലെ? കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ ഇപ്രാവശ്യം ഗിഫ്റ്റ് കൊടുത്തേ വിടത്തുള്ളൂ. ഏത് ഫോൺ എടുത്താലും അതിന്റെ കൂടെ ഒരു വൺ ഓഫറുമായിട്ട് സൈർ ഇപ്പോഴും ഇവിടെ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നുണ്ട്, ഇനിയും പിടിച്ച് നിൽക്കും അല്ലെ? നിൽക്കും. അപ്പൊ ഇപ്പൊ അത്യാവശ്യം നല്ല ഫോണുണ്ട്. 1500 മുതൽ ഗൈസ്. 1500 എന്ന് പറയുമ്പോൾ നിങ്ങൾ വലിയ 4G ഫോണിലെടുത്ത് ഞാൻ 1500 തരുന്ന ഒരിക്കലും പ്രതീക്ഷിച്ച് ഈ നമ്പറിൽ വിളിച്ചതല്ലേ. അത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ്, വളരെ കുറച്ച് 3-4 പീസൊക്കെ ഇവിടെ ഉള്ളൂ. അതും ആദ്യം ആവശ്യപ്പെട്ട് വിളിക്കുന്ന ആൾക്ക് അല്ലേ വിളിക്കാറുണ്ടോ? ഇപ്പോഴും വിളിക്കാറുണ്ട്. എന്നാൽ 1500 രൂപയ്ക്ക് എത്ര പേര് വിളിക്കും? പോലെ ഒരു ദിവസം അങ്ങനെ പോലെ ഒരു 10-15 പേരെങ്കിലും വിളിക്കാറുണ്ട്. 15 വിളിക്കും, കൊടുക്കാനില്ല അല്ലല്ലേ? എല്ലാ 1500 രൂപ എനിക്ക് വരാറുണ്ട്. അപ്പൊ അങ്ങനെ ഫസ്റ്റ് 1 ഡേ അല്ലെങ്കിൽ ഡേറ്റ് അല്ലെ ടൈം നോക്കിട്ട് വിളിച്ചാൽ മതി അല്ലെ? 1 ഡേ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 1 ഡേ കൊണ്ട് തീരൂലേ? 1 ഡേ കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ 1500 ഈ വീഡിയോ കണ്ടിട്ട് ആരും 1500 രൂപയ്ക്ക് വിളിക്കണ്ട അല്ലെ? പിന്നെ അടുത്ത വീഡിയോ വരും, പ്രതീക്ഷിച്ചിരിക്കുക. അടുത്ത വീഡിയോ വരുമ്പോ നിങ്ങൾക്ക് 1000-2000 രൂപ തരും. ഇനി ഉടനെ സ്റ്റോക്ക് വരില്ലേ? ഒരു 4 ദിവസത്തിനകത്ത് വീണ്ടും അപ്പോഴും വീണ്ടും വിളിക്കുന്നുണ്ട് പൈസലാക്കിയ. അപ്പൊ 4 ദിവസം കഴിഞ്ഞ് വീണ്ടും ഒരു വീഡിയോ വരും, അപ്പോഴും വിളിക്കുക. ഓക്കെ, അപ്പൊ വേറെ നീ പറയണ്ട നമ്മളെ പേഴ്സിന്റെ അടുത്ത് എന്തെങ്കിലും പറയാം. നമ്മളെ പേഴ്സിന്റെ അടുത്ത് വന്ന് എല്ലാരും വരണം, ആരും വരാതിരിക്കരുത്, വരണം. എല്ലാരും വരും സപ്പോർട്ട് ചെയ്യും. ആരും വന്നിട്ട് സങ്കടപ്പെട്ട് പോകത്തില്ല. ആ ഒരു ഉറപ്പ് കിട്ടിയാൽ നമ്മുടെ റിവേഴ്സിന് കിട്ടിയാൽ പോലെ അല്ലേ? പിന്നല്ല. അപ്പൊ ഉറപ്പായിട്ടും വരും കച്ചവടങ്ങൾ ചെയ്യുക. ന്യായമായിട്ട് കച്ചവടം. നിങ്ങൾ എന്തിനാ പറയുമല്ലോ, മറ്റേ നെല്ല് 10,000-ൽ വരുന്ന ഉറുമ്പ് വരിയായിട്ട് വരുമെന്ന്. അതുകൊണ്ട് നിങ്ങൾ എവിടെ ഇരിക്കുന്നു എന്നുള്ള വിഷയമല്ല, കസ്റ്റമർ വരും. നല്ല വില കുറവും നല്ല സാധനം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കസ്റ്റമറുടെ വന്നിരിക്കും. കസ്റ്റമർ വന്നാൽ സെറ്റ് എടുത്തിട്ടേ പോകാറുള്ളൂ. ഉറപ്പല്ലേ? ഉറപ്പാണ്. ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തേ വിടത്തുള്ളൂ. ആരും സങ്കടപ്പെടുത്തില്ല. ആരും വന്നിട്ട് തിരിച്ചു പോയിട്ടുമില്ല. എന്നെ വീണ്ടും വന്നോണ്ടിരിക്കുക. ചേച്ചിക്കാണെങ്കിൽ ചേട്ടന്റെ ഫോൺ വേണമെന്ന് പറഞ്ഞ് വീണ്ടും വരും. അത്രമാത്രം വില കുറവുണ്ട് ഇവിടെ സൈറിന്റെ ഷോപ്പില്, അത്രമാത്രം വില കുറവുണ്ട്. വീണ്ടും ആൾക്കാർ വരും. വേറെ നമ്മളെ പറയാനുണ്ടെങ്കിൽ പറഞ്ഞു. ഈ ഇടയ്ക്ക് നമ്മളെ കസ്റ്റമർ ഒരു ഫോൺ എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ കസ്റ്റമർ യൂസ് ചെയ്തൊക്കെ ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവർക്ക് ഇവിടെ തിരിച്ചു കൊണ്ടുവന്നിട്ട് വിഷമിച്ചാണ് അവർ വന്നത്. എന്നിട്ട് എന്താന്ന് ചോദിച്ചപ്പോ 5G അല്ല 4G ഫോൺ എടുത്തിട്ട് പോയി. അവരറിയാതെ എടുത്തത് 4G അല്ല 5G അല്ല 4G ആണ് എടുത്തിട്ട് പോയി. അപ്പൊ മാറ്റി കൊടുക്കാൻ ഇപ്പൊ ഞങ്ങളത് സങ്കടപ്പെട്ട് അവർ മാറ്റി തരോ ഇല്ലെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ടെൻഷൻ ഉണ്ടായിരുന്നു. പോയി. പിന്നെ അവർക്ക് പെട്ടെന്ന് അങ്ങനെ 4G ആണെന്ന് കണ്ടപ്പോൾ ഒരു വിഷമം. അവർ 5G ആണെന്ന് അറിയത്. തിരിച്ചു വന്നു. തുച്ഛമായ പൈസ അവർ ചോദിച്ചവരെ തന്ന് 5G അവരെടുത്ത് വരെ ഹാപ്പിയായി. നമ്മുടെ മനസ്സിൽ നിറഞ്ഞ്. പിന്നെ അതുപോലെ നിങ്ങളുടെ വീട്ടിലും 4G ഫോൺ ഉണ്ടെങ്കിൽ കൊണ്ടുവന്നാൽ മതി, ഞങ്ങളെ 5G ആക്കിട്ട് അത് തിരിച്ചു തരും. അപ്പൊ കണ്ടില്ലേ, ഇവിടെ ഒരു ഫോൺ എടുത്തോണ്ട് പോയി മൈക്കും കിടത്താൻ കേൾക്കൂല ഞാൻ പറയുമ്പോ. ഗൈസ് കണ്ടില്ലേ, അപ്പൊ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു 4G ഫോണാണ്. നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ വലിയൊരു എമൗണ്ട് ആവും അല്ലെ എന്നൊരു പ്രതീക്ഷ ഇങ്ങനെ ഇരിക്കും. ഇനി 4G സെറ്റ് 5Gയിലോട്ട് മാറ്റുകയാണെങ്കിൽ എന്തായാലും ഒരുപാട് പൈസ ആവുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ ഗൈസ് ഈ വീഡിയോ താഴെ നമ്പറിൽ വിളിച്ചോ. സാഹിത്യം നല്ല രീതിയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും അല്ലെ? സപ്പോർട്ട് ചെയ്യും. കാര്യം എന്താ, ഇപ്പൊ ഒരാൾ ഇവിടെ വന്ന് 4G സെറ്റ് എടുത്തോണ്ട് പോയി. 4G ആണെന്ന് അറിയാതെ 5G ആണെന്ന് എടുത്തോണ്ട് പോയതല്ലേ? 5G ആണെന്ന് പറഞ്ഞ് 4G സെറ്റ് എടുത്തോണ്ട് പോയി. 2 ദിവസം കഴിഞ്ഞ് അയാൾ ഇവിടെ കൊണ്ടുവന്ന് കുറച്ചുകൂടെ എമൗണ്ട് കൂടുതലായതേ ഉള്ളൂ, 5Gയിലോട്ട് ചേഞ്ച് ആയി. അപ്പൊ നിങ്ങൾക്ക് മടിക്കണ്ട, എല്ലാവർക്കും സൈറിനെ വിളിക്കാം. 5G സെറ്റിലോട്ട് പെട്ടെന്ന് മാറിക്കും അല്ലെ? പിന്നെ ഈ ഫോണുകൾ മാത്രമല്ല കേട്ടാ, ലാപ്ടോപ്പ് കൂടെ ഇവിടെ ഉണ്ട്. ലാപ്ടോപ്പ് ആവശ്യമുള്ളവർക്കും വിളിക്കാം. ഒരു 8GB റാമില് 256GB റാം വരുന്നതൊക്കെ ഇപ്പൊ ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. റോം ഒക്കെ വരുന്ന സ്റ്റോക്ക് ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള വിളിച്ച് ചോദിക്കുക. കുറഞ്ഞ ലാപ്ടോപ്പ് ഒന്നുമില്ല, എന്നാലും അത്യാവശ്യം 15 രൂപ 6 ഇഞ്ചിലുള്ളതൊക്കെ ഇപ്പൊ ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. ആവശ്യമുണ്ടെങ്കിൽ ലാപ്ടോപ്പിന് വേണ്ടിയിട്ടും സാഹിറിന്റെ നമ്പർ താഴോണ്ട് വിളിക്കാം. നമ്മളിവിടെ EMI സ്റ്റാർട്ട് ആയിട്ടുണ്ട്. 1 വീക്കിന്റെ അകത്ത് സ്റ്റാർട്ട് ആവുന്നതാണ്. ഈസി EMI ആണ്. അപ്പം EMI ആവശ്യമുള്ളവര് ഫോൺ എടുക്കാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്കും വിളിക്കാം.
സൈറിന്റെ നമ്പറിൽ വിളിച്ചിട്ട് അല്ലേ അങ്ങനല്ലേ? ഈസി EMI ആണ്. അത് ഡെബിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഡെബിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് EMI ആവുന്നതാണ്. വിളിച്ച് അവനെ കോൺടാക്ട് ചെയ്ത് എല്ലാ ഡീറ്റെയിൽസിനും അത് വാട്സപ്പിൽ അങ്ങ് പറഞ്ഞു തരും. വാട്സപ്പിൽ പറഞ്ഞു തരും അല്ലേ? പറഞ്ഞിട്ടില്ല. അപ്പൊ അതിനനുസരിച്ച് EMI എടുക്കാനുള്ളവർക്ക് അങ്ങനെ ഈ ഷോപ്പിൽ നിന്ന് സൈറിന്റെ കോൺടാക്റ്റില് സെക്കൻഡ് സെറ്റ് നമുക്ക് EMI കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ സെക്കൻഡ് സെറ്റ് എല്ലാവരും ചോദിക്കാറുള്ള സംഭവമാണ് കേട്ടോ. സെക്കൻഡ് സെറ്റ് EMI ഉണ്ടാവും. ഞാൻ ഇതുവരെയും ഒരു ഷോപ്പിലും കേട്ടിട്ടില്ല. ഉണ്ടല്ലേ? അങ്ങനെ ഉണ്ടല്ലേ? പല ഷോപ്പുകളുണ്ട്, വലുതായിട്ടില്ല. പക്ഷെ സൈറിന്റെ ഷോപ്പില് അങ്ങനെ സെക്കൻഡ് സെറ്റ് EMI കൊടുക്കും. അപ്പൊ നിങ്ങൾ കോൺടാക്ട് ചെയ്തോ. എന്തെല്ലാം ഓഫറിലൂടെ കിടക്കണമെന്ന് അറിയാമോ? അപ്പൊ അങ്ങനെ എടുക്കുന്നവർക്കും ഗിഫ്റ്റ് ഉറപ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉറപ്പാണ്. ആ ഒരു ഗ്യാരണ്ടി ഞാൻ വാങ്ങിച്ചു തന്നിട്ടുണ്ട്. പിന്നെ വേറെന്താണ് നമുക്ക് പിന്നെ അടുത്ത ഈ 2 ആഴ്ച കഴിഞ്ഞ അടുത്ത സ്റ്റോക്ക് വരും അല്ലെ? കൂടുതൽ സ്റ്റോക്ക് വരട്ടെ. അപ്പൊ നമ്മളെ കോൺടാക്ട് ചെയ്യണം. ഞാൻ ഉറപ്പായിട്ട് വരും. വീഡിയോ ചെയ്ത് നമ്മളെ വേഴ്സിനെ അറിയിക്കും. ആൾക്കാർ വന്നോണ്ടേ ഇരിക്കും. ഓക്കെ, എല്ലാരെയും നല്ല സന്തോഷിപ്പിച്ച് വിട്ടുകൊള്ളണം. ഓക്കെ, ബൈ. എല്ലാവർക്കും ഒരു ഹായ് കൊടുത്താണ്.